आदाब बच्चों, कैसे हैं? तमाम साथियों को बहुत बहुत इस्तकबाल करता हूँ. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഉറുദുവിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ക്ലാസ്സിലും നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പസന്ദീദ കിർദാർ പർ നോട്ട് ലിഖിയെ. ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കുക. അത് നമുക്കറിയാം, നമ്മുടെ +1 പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഏതാ കഥ? ടൂബെ ടേക്ക് സിംഗ് അല്ലേ. ടൂബെ ടേക്ക് സിംഗ് എഴുതിയത് ആരാണ്? സആദത്ത് ഹസൻ മണ്ടു. സആദത്ത് ഹസൻ മണ്ടു എഴുതിയിട്ടുള്ള അഫ്സാന ഷോർട്ട് സ്റ്റോറിയാണെന്ത്? ടൂബെ ടേക്ക് സിംഗ്. അപ്പോൾ ടൂബെ ടേക്ക് സിംഗിലെ കഥാപാത്രത്തെ കുറിച്ചാണ് സാധാരണ ചോദിക്കാറുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കുക എന്നുള്ളത്. പസന്ദീദ കിർദാർ പർ നോട്ട്, ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ കുറിച്ചുള്ള നോട്ട് എങ്ങനെ എഴുതുക? നമ്മൾ ആദ്യം ഒരു മാതൃകയാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ എഴുതുക എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നോക്കുക, ഏത് കഥയിലുള്ളത് ചോദിച്ചാലും ഈ ഒരു മാതൃക വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എഴുതാൻ കഴിയും. ഉറുദു കെ മഷ്ഹൂർ അഫ്സാന നിഗാർ ഡേഷ് കി ലിഖി ഹുയി അഫ്സാന ഹെ ഡേഷ്. എന്താ അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉറുദുവിലെ മഷ്ഹൂർ ആയിട്ടുള്ള അഫ്സാന നിഗാർ. അഫ്സാന നിഗാർ കാ മത്ലബ് ക്യാ ഹെ? അഫ്സാന നിഗാർ, അഫ്സാന എഴുതുന്ന ആളിനാണ് എന്ത് പറയാ? അഫ്സാന നിഗാർ എന്ന് പറയാ. അഫ്സാന നിഗാർ എന്ന് പറഞ്ഞാൽ അഫ്സാന എഴുതുന്ന ആള്. ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള അഫ്സാന റൈറ്റർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള ആരാണ് ടൂബെ ടേക്ക് സിംഗ് എഴുതിയത്? സആദത്ത് ഹസൻ മണ്ടു ആണ് അല്ലേ. സആദത്ത് ഹസൻ മണ്ടു കി ലിഖി ഹുയി അഫ്സാന ഹെ ടൂബെ ടേക്ക് സിംഗ്. അങ്ങനെയാണ് ഇത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള അഫ്സാന നിഗാർ സആദത്ത് ഹസൻ മണ്ടു ലിഖി ഹുയി എഴുതിയിട്ടുള്ള അഫ്സാനയാണ് ഏത്? ടൂബെ ടേക്ക് സിംഗ്. അതോടുകൂടി ഒരു സെന്റൻസ് പൂർത്തിയായി. ഇനി അടുത്തത് നമുക്ക് എന്ത് പറയാം? യേ കഹാനി മേ, ഈ കഥയിൽ മേരാ പസന്ദീദ കിർദാർ, എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രം. എല്ലാ കഥയിലും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടാവും അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടാവും. അപ്പോൾ പറയാണ് യേ കഹാനിമേ, അത് ടൂബെ ടേക്ക് സിംഗിനെ കുറിച്ചാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യേ കഹാനിമേ മേരാ പസന്ദീദ കിർദാർ ആരാണ്? ബിഷൻ സിംഗ് അല്ലേ. ടൂബെ ടേക്ക് സിംഗിലെ പ്രധാന കഥാപാത്രമാണ്, മർക്കസി കിർദാറാണ് ആര്? ബിഷൻ സിംഗ്. അപ്പോൾ നമുക്ക് എഴുതാം ഈ കഥയിൽ എനിക്കിഷ്ടപ്പെട്ട, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കിർദാർ ആരാണ്? ബിഷൻ സിംഗ് ഹേ, ബിഷൻ സിംഗ് ആകുന്നു. ഇനി വേറെ ഏതെങ്കിലും കഥയാണ് നിങ്ങൾക്ക് തരുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിർദാറിന്റെ പേര് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. യേ കഹാനി മേ മേരാ പസന്ദീദ കിർദാർ ഡാഷ് ഹേ, ഈ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഡാഷ് ആകുന്നു. ടൂബെ ടേക്ക് സിംഗിനെ കുറിച്ച് തന്നെയാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബിഷൻ സിംഗ് എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. യേ കഹാനി ടൂബെ ടേക്ക് സിംഗ് കാ മർക്കസി കിർദാർ ഹെ. ഇദ്ദേഹം എന്താണ്? ഈ കിർദാർ, ഈ കഹാനി ടൂബെ ടേക്ക് സിംഗിലെ മർക്കസി കിർദാർ ആണ് അല്ലേ. അപ്പൊ ഇവിടെയും നിങ്ങൾ എഴുതേണ്ടത് എന്തായിരിക്കണം? കഥയുടെ പേരായിരിക്കണം. കഥയുടെ പേരായിരിക്കണം ഇവിടെ ആഡ് ചെയ്യേണ്ടത്. യേ കഹാനി ടൂബെ ടേക്ക് സിംഗ് കാ മർക്കസി കിർദാർ ഹെ. ഇദ്ദേഹം ആരാണ്? ബിഷൻ സിംഗ്. കഹാനി ടൂബെ ടേക്ക് സിംഗിലെ മർക്കസി കിർദാറാണ്. മർക്കസി കിർദാർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര കഥാപാത്രം, കേന്ദ്ര, മർക്കസ് കേന്ദ്രം, കേന്ദ്ര കഥാപാത്രം. കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രം. അപ്പം യേ കഹാനി ടൂബെ ടേക്ക് സിംഗ് കാ മർക്കസി കിർദാർ ഹെ. ഇദ്ദേഹം ആരാണ്? ടൂബെ ടേക്ക് സിംഗിൽ ഒരു മർക്കസി കിർദാറാണ്, കേന്ദ്ര കഥാപാത്രമാണ് ആര്? ബിഷൻ സിംഗ് എന്ന് നമുക്ക് എഴുതാം. ഇസ് കഹാനി കോ ആഗെ ബഡാനെ മേ യേ കിർദാർ അഹം റോൾ അദാ കിയാ ഹെ. നമുക്ക് ആരെ കുറിച്ചിട്ട് വേണമെങ്കിലും എഴുതാട്ടോ. ഇതൊക്കെ ഈ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ, ഈ കിർദാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ടൂബെ ടേക്ക് സിംഗ് എന്നുള്ള ആ കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം ആരെന്നെയാണ്? നമ്മുടെ ബിഷൻ സിംഗ് തന്നെയാണ് അല്ലേ. ബിഷൻ സിംഗ് ആണ് ആ കഥയിലെ മർക്കസി കിർദാർ. വളരെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ
പ്ലോട്ടിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ബിഷൻ സിംഗ്. അപ്പൊ നമുക്ക് എഴുതാം ഈ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ബിഷൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കിർദാർ അഹം റോൾ എന്ന് പറഞ്ഞാൽ എന്താ? റോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നതാലേ വലിയ പങ്ക്. അഹം എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ആര്? ബിഷൻ സിംഗ്. ഇങ്ങനെയാണ് എന്തെഴുതുക? ഒരു കിർദാർ പെർ നോട്ട് തയ്യാറാക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് കഥയിൽ നിന്ന് കിർദാറുകളെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാലും കഥാപാത്രങ്ങളെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാലും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഥാപാത്രത്തെക്കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി സാധാരണ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ +1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കാറുള്ളത് ടു ബേ ടേക്ക് സിംഗിനെ കുറിച്ചിട്ട് എഴുതാനാണ് ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ടു ബേ ടേക്ക് സിംഗിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ടു ബേ ടേക്ക് സിംഗിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഒരു ഭാഗം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ടു ബേ ടേക്ക് സിംഗ് എന്താണ്? ഒരു അഫ്സാനയാണ് അല്ലേ? ഒരു അഫ്സാനയാണെന്ത്? ടു ബേ ടേക്ക് സിംഗ് ഒരു ഷോർട്ട് സ്റ്റോറി. അഫ്സാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ടു ബേ ടേക്ക് സിംഗ്. ആരാണ് എഴുതിയത്? സആദത്ത് ഹസൻ മണ്ടു എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഉറുദുവിൽ. പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് സആദത്ത് ഹസൻ മണ്ടു. സആദത്ത് ഹസൻ മണ്ടു എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി അഫ്സാനയാണെന്ത്? ടു ബേ ടേക്ക് സിംഗ്. ടു ബേ ടേക്ക് സിംഗിലെ പ്രധാന മർക്കസി കിർദാറാണ് ബിഷൻ സിംഗ്. ബിഷൻ സിംഗ് ആണ് ടു ബേ ടേക്ക് സിംഗിലെ മർക്കസി കിർദാർ, കേന്ദ്ര കഥാപാത്രം. എന്താണ് ബിഷൻ സിംഗിന്റെ പ്രത്യേകത? വോ ലാഹോർ കെ ഖൈദ് ഖാനെ മേ ആകെ 15 സാൽ ഹോ ഗയേ. അദ്ദേഹം എന്താണ്? ലാഹോറിലെ ഖൈദ് ഖാന എന്ന് പറഞ്ഞാൽ ജയിലിനാണ് പറയാ. ഖൈദ് ഖാന കാ മാന ക്യാ ഹെ? ജയിലിനാണ് എന്ത് പറയാ? ഖൈദ് ഖാന. അപ്പൊ ഖൈദ് ഖാനയിൽ, ലാഹോറിലെ ഖൈദ് ഖാനയിൽ എത്ര വർഷമായി അദ്ദേഹം കഴിയാൻ തുടങ്ങിയിട്ട്? 15 വർഷമായിട്ട് ലാഹോറിലെ ജയിലറയിൽ കിടക്കുന്ന ആളാണ് ആര്? നമ്മുടെ ബിഷൻ സിംഗ്. വോ ഏക് ജമീന്ദാർ ഥാ. അദ്ദേഹം എന്തായിരുന്നു? ഒരു ജമീന്ദാറായിരുന്നു. ജമീന്ദാർ കാ മാന ക്യാ ഹെ? നമ്മൾ ജന്മി എന്ന് പറയാറില്ലേ? ജന്മി എന്നുള്ളത് ഈ ജമീന്ദാർ എന്ന് വന്നതാ. ജമീന്ദാർ എന്ന് പറഞ്ഞാൽ കുറേ സ്വത്തുക്കളൊക്കെ ഉള്ള വളരെ അധികം സമ്പത്തുള്ള ആളുകൾക്കാണ് എന്ത് പറയാ? ജമീന്ദാർ എന്ന് പറയാം. അപ്പൊ ജമീന്ദാർ അദ്ദേഹം കുറേ സ്വത്തുക്കളുള്ള വളരെ സമ്പത്തുള്ള ഒരു ഉയർന്ന ജന്മിയായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹം. വോ ഏക് ജമീന്ദാർ ഥാ. ബിഷൻ സിംഗിനെ കുറിച്ച് എഴുതാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് ഇതൊക്കെ. വോ ഏക് ജമീന്ദാർ ഥാ. അദ്ദേഹം എന്തായിരുന്നു? ഒരു ജമീന്ദാർ ആയിരുന്നു. ടു ബേ ടേക്ക് സിംഗ് മേ ഉൻകെ കൈ ജമീൻ ഥി. ടു ബേ ടേക്ക് സിംഗ് എന്നുള്ളത് എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ് ടു ബേ ടേക്ക് സിംഗ് അല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ സിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരാളെ പോലെ തോന്നിച്ചാൽ പോലും ഒരു സ്ഥലത്തിന്റെ പേരാണ് ടു ബേ ടേക്ക് സിംഗ്. അപ്പൊ ടു ബേ ടേക്ക് സിംഗിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? കൈ ജമീൻ ഥി. കുറേ എന്തുണ്ട്? സ്ഥലമുണ്ട്. ജമീൻ, കുറേ സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. വലിയ സ്ഥലം, കുറേ സ്ഥലങ്ങൾ അദ്ദേഹത്തിന് എവിടെ ഉണ്ട്? ടു ബേ ടേക്ക് സിംഗിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ये किरदार के जरिए मंडू पागलों के नफ्सियाती पहलू पर भी रोशनी डालने की कोशिश की है. എന്തിനാണ് മണ്ടു ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ആ കഥയിൽ അവതരിപ്പിച്ചത്? ये किरदार के जरिए, ജരിയെ എന്ന് പറഞ്ഞാൽ മുഖേന എന്നാണ് അർത്ഥം. മുഖേന ഈ കിർദാർ മുഖേന മണ്ടു എന്താണ് ചെയ്യണത്? പാഗലോം കി നഫ്സിയാത്ത്. പാഗൽ കോൻ ഹെ? പാഗൽ എന്ന് പറയാൻ നമ്മൾ ഈ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മെൻ്റൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കാണ് പാഗലോ എന്ന് പറയാം. ബുദ്ധി സ്ഥിരത ഇല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ നഫ്സിയാത്തി പഹലു, അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളുടെ മേലിൽ വെളിച്ചം വീശുകയാണ് ആര് ചെയ്യുന്നത്? അവരുടെ മേലിൽ. അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ വിവരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആര്? മണ്ടു. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആരെ കുറിച്ചിട്ട് എഴുതാം? ബിഷൻ സിംഗിനെ കുറിച്ചിട്ട് എഴുതാം. അപ്പോൾ ബിഷൻ ടു ബേ ടേക്ക് സിംഗിലെ കഥാപാത്രത്തെ കുറിച്ചുള്ള കിർദാർ നിഗാരി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് എഴുതി വെക്കണം. പിന്നെ ടു ബേ ടേക്ക് സിംഗിലെ ബിഷൻ സിംഗിന്റെ പ്രത്യേകതകളായിട്ടുള്ള ലാഹോറിലെ ജയിലിൽ 15 വർഷം കഴിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം, ഒരു ജന്മിയായിരുന്നു. വോ ഏക് ജമീന്ദാർ ഥാ.
ജന്മി എന്നുള്ളത് എന്താ പറയാ, ജമീന്ദാർ. അദ്ദേഹം ഒരു ജന്മി ആയിരുന്നു. ടൂബെ ടേക് സിംഗിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, കൈ ജമീൻ തി, അദ്ദേഹത്തിന് കുറെ ഭൂമികളുണ്ട്. അതുപോലെ ഈ കിർദാർ മുഖേന മണ്ടു എന്തിനാണ് ശ്രമിക്കുന്നത്, പാകല്, ബുദ്ധിസ്ഥിരത കുറഞ്ഞിട്ടുള്ള ആളുകൾ, മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളുടെ ജീവിതം, അവരുടെ മാനസിക ജീവിതം എങ്ങനെയാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മണ്ടു ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ടൂബെ ടേക് സിംഗിനെ കുറിച്ചിട്ടും ഇനി അല്ല വേറൊരു കഥയെ കുറിച്ചിട്ടാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ +1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ, നമ്മൾ തെജ്രുബ എഴുതാൻ വേണ്ടിയിട്ട്, തെജ്രുബ നോട്ട്, അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഒരുപാട് അനുഭവങ്ങൾ എന്തുണ്ടാകും, നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ചിലപ്പം യാത്രകളായിരിക്കും, നല്ല കലാലയ ജീവിതമായിട്ടായിരിക്കും, ചിലപ്പം എന്തായിരിക്കും, ചെറിയ ചെറിയ വീട്ടിലുള്ള സംഭവങ്ങളായിരിക്കും. ഇങ്ങനെ കുറേ ഓർമ്മകളെ കൊണ്ട് നിറഞ്ഞതാണെന്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ ജിന്ദഗി അല്ലേ. ആ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം, ഒരു തെജ്രുബ, ഒരു വാക്യം എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചോദ്യത്തിൽ കാണാറുണ്ട്. ചോദ്യം ചർച്ച ചെയ്യുന്ന സമയത്ത്, ലാസ്റ്റ് സമയത്ത് നമുക്ക് ആ ചോദ്യം ഡിസ്കസ് ചെയ്യാം. എന്താണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു യാത്രയെക്കുറിച്ചുള്ള അനുഭവം എഴുതുക എന്ന് തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഒരു യാത്രാ വിവരണം നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അനുഭവം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യാത്രയുടെ ഈ അനുഭവം എഴുതാം. ഇനി അഥവാ യാത്രാ വിവരണം എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറിപ്പ് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ എന്താണെങ്കിലും ഒരു യാത്രാക്കുറിപ്പ്, ചെറിയ ഒരു അനുഭവക്കുറിപ്പ് നമ്മൾ പഠിച്ചു വെക്കണം. യാത്രാക്കുറിപ്പ് എഴുതുമ്പോൾ ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കാം. എന്താ ഹെഡിങ് കൊടുക്കുക, ഈ ഒരു ഇങ്ങനൊരു യാത്രാ വിവരണം, എന്ത് വിവരണമാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെഡിങ് ആണ് മീട്ടി യാദേം. മീട്ടി യാദേം അല്ലേ, മീട്ടി യാദേം എന്ന് പറഞ്ഞാൽ എന്താ, മീട്ടി യാദേം, മീട്ടിയാദേം. മീട്ടിയാദേം എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഓർമ്മകൾ, മധുരിക്കുന്ന ഓർമ്മകൾ, മീട്ടിയാദേം. എല്ലാവരും എഴുതി വെക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ ഹെഡിങ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മുകളിലാണ് എഴുതേണ്ടത്, ഞാൻ ഇവിടെ അടിയിൽ എഴുതിയെന്നേ ഉള്ളൂ. മുകളിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അനുഭവങ്ങൾ എഴുതുക. നമുക്ക് അനുഭവം നോക്കാം അല്ലേ. ഒരു യാത്രാ വിവരണമാണ് കേട്ടോ അത്. സഫർ കർണ സബ്കോ പസന്ത് ഹെ, യാത്ര ചെയ്യുക എന്നുള്ളത് സബ്കോ പസന്ത് ഹെ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യാത്ര അല്ലേ. അപ്പൊ നമ്മളൊരു യാത്രാ വിവരണം എഴുതുമ്പോൾ നമ്മൾ എഴുതാണ് സഫർ കർണ സബ്കോ പസന്ത് ഹെ, യാത്ര ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഹർ സഫർ ഏക് നയാ തജ്രുബ ഹോത്താ ഹെ. ഹർ സഫർ സബ് സഫർ, എല്ലാ യാത്രയും, സഫർ യാത്ര, ഹർ സഫർ എന്ന് പറഞ്ഞാൽ എല്ലാ യാത്രയും ഏക് നയാ തജ്രുബ ഹോത്താ ഹെ, ഒരു പുതിയ അനുഭവമാണ് അല്ലേ. നമ്മൾ ഒരു വട്ടം യാത്ര ചെയ്തതുപോലെയാണോ പിന്നെ യാത്ര ചെയ്യുമ്പം അല്ല അല്ലേ, പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും നമ്മൾക്ക് കിട്ടുക. അപ്പം പറയാണ് സഫർ കർണ എന്നുള്ളത് സബ്കോ പസന്ത് ഹെ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഹർ സഫർ, ഓരോ യാത്രയും ഏക് നയാ തജ്രുബ ഹോത്താ ഹെ, ഒരു പുതിയ പുതിയ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഇനി പറയാണ് മേരെ ലിയെ സബ്സെ യാദ്ഗാർ സഫർ മേരെ സ്കൂൾ കാ ഏക് താലീമി സഫർ ഹെ അല്ലേ. മേരെ ലിയെ, എന്നെ സംബന്ധിച്ച് ഉള്ള, എനിക്കുള്ള സബ്സെ യാദ്ഗാർ സഫർ, യാദ്ഗാർ സഫർ ക്യാ ഹെ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന സഫർ, യാദ്ഗാർ സഫർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന സഫർ ഏതാണ്, യാദ്ഗാർ ആയിട്ടുള്ള സഫർ ഏതാണ്, മേരെ സ്കൂൾ കാ ഏക് താലീമി സഫർ ഹെ, എൻ്റെ സ്കൂളിൽ നിന്നും പോയിട്ടുള്ള ഏക് താലീമി സഫർ. താലീമി സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, പഠനയാത്ര, തൈലീം പഠനം, തൈലീമി സഫർ പഠന യാത്ര. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്ര സഫർ ഏതാണ്, യാദ്ഗാർ സഫർ മേരെ സ്കൂൾ കാ ഏക് താലീമി സഫർ ഹെ, എൻ്റെ സ്കൂളിൽ നിന്നും പോയിട്ടുള്ള പഠനയാത്രയാണ്. ഉസ് വക്ത് മേ 10वीं में പഠിത്താ था, ഉസ് വക്ത്, ആ സമയത്ത് മേ ഞാൻ എന്തായിരുന്നു, 10वीं में പഠിത്താ था,
ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? 10ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. ഇപ്പം നമ്മൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം നമ്മൾ എഴുതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള യാത്ര ഏതായിരുന്നു? എൻ്റെ സ്കൂളിൽ നിന്നും പോയിട്ടുള്ള പഠനയാത്രയായിരുന്നു. പിന്നെ പറയാണ്, ആ സമയത്ത് ഞാൻ എത്രാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്? 10वीं में പഠിത്താ था. എന്താ പറയാ? ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നാ പറയാ, പഠിച്ചിരുന്നത്. അപ്പം ആ കാലത്ത് ഞാൻ പഠിച്ചിരുന്നത് 10वीं में, 10 10वीं എന്ന് പറഞ്ഞാൽ 10ാം തരത്തിലായിരുന്നു പഠിച്ചിരുന്നത്. ഉസ് വാത്ത് ഹം മൈസൂർ ഗയത്തെ. ആ പ്രാവശ്യം, ആ ഒരു സമയത്ത് ഞങ്ങൾ പോയത് എവിടേക്കായിരുന്നു? മൈസൂരിലേക്കായിരുന്നു പോയിരുന്നത്. जब टीचर ने मैसूर का नाम लिया तो हम लोग बहुत खुश हो गए. നമുക്കറിയാം, ട്രിപ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും? ആദ്യമായിട്ട് ടീച്ചർ വരും, എന്നിട്ട് പറയും നമ്മളെ സ്കൂളിൽ നിന്നും പഠനയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നത്? മൈസൂരിലേക്കാണ് പോകുന്നത് എന്ന് പറയൂലേ. അപ്പം അത് പറയാണ്, ജബ് ടീച്ചറിനെ മൈസൂർ കാ നാം ലിയാത്തോ. എപ്പോഴാണോ ടീച്ചർ മൈസൂരിൻ്റെ പേര് പറഞ്ഞത്, തോ ഹം ലോഗ് ബഹുത് ഖുഷ് ഹോ ഗയേ. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും വളരെയധികം എന്തായി? ഖുഷ് ഹോ ഗയേ, സന്തോഷത്തിലായി. അപ്പോൾ ടീച്ചർ മൈസൂരിൻ്റെ പേര് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എന്തായിരുന്നു? സന്തോഷമായിരുന്നു. ഏക് ഖൂബ്സൂറത്ത് ടൂറിസ്റ്റ് ബസ് മേ സുബഹ് के 6 बजे हम 50 तलबा और 5 ടീച്ചേഴ്സ് നിക്കലെ. അപ്പോൾ പറയാണ്, ഒരു വളരെ മനോഹരമായിട്ടുള്ള ഖൂബ്സൂറത്ത് ടൂറിസ്റ്റ് ബസ്സുമേയും, ടൂറിസ്റ്റ് ബസ് എന്നാണ് കേട്ടോ അത് വായിക്കുക. എന്താ വായിക്കുക? ടൂറിസ്റ്റ് ബസ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഞങ്ങൾ എന്ത് ചെയ്തു? സുബഹ്, അതിരാവിലെ 6 ബജെ, 6 മണിക്ക് എന്ത് ചെയ്തു? 50 തലബ. എത്ര കുട്ടികളാണ് പോയത്? 50 തലബ. എത്ര കുട്ടികൾ പോയി? 50 കുട്ടികളും 5 ടീച്ചേഴ്സ്, 5 ടീച്ചേഴ്സും എന്ത് ചെയ്തു? ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കോട് കൂടിയിട്ടാണ് പോലെ, കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കണക്കാണ് പറയുന്നത് എന്ത്? ഒരു ഖൂബ്സൂറത്ത് ടൂറിസ്റ്റ് ബസ്സുമേ, വളരെ മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സിൽ അതിരാവിലെ 6 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു? 50 കുട്ടികളും 5 ടീച്ചേഴ്സും ഞങ്ങൾ എന്ത് ചെയ്തു? നിക്കലെ എന്ന് പറഞ്ഞ നിക്കലിന, പുറപ്പെട്ടു. മേ കിടുക്കി വാലി സീറ്റ് മേ ബേട്ട. കിടുക്കി വാലി സീറ്റ്, ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ പഠിച്ചു വെക്കണം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എവിടെയായിരുന്നു ഇരുന്നിരുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുക ജനലിൻ്റെ അടുത്തുള്ള സീറ്റിലാണ്, അതായത് വിൻഡോ സീറ്റിലാണ് നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുക. ബസ്സിലോ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? വിൻഡോ സീറ്റാണ്. അപ്പോൾ പറയാണ്, മേ കിടുക്കി വാലി സീറ്റ് മേ ബേട്ട ഹുവാ ഥാ. ഞാൻ എവിടെയായിരുന്നു ഇരുന്നിരുന്നത്? കിടുക്കി വാലി സീറ്റ് മേ, ജനലിനടുത്തുള്ള സീറ്റിലായിരുന്നു ബേട്ട ഹുവാ ഥാ, ഇരുന്നിരുന്നത്. കിടുക്കി വാലി സീറ്റ് മേ ബേട്ട ഹുവാ ഥാ, ഞാൻ ജനലിനരികെയുള്ള സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. സുബഹ് കി ठंडी हवा मेरे बदन की छूकर गुजरती थी. അപ്പോൾ പറയാണ്, ഈ അതിരാവിലെ പോകുമ്പോൾ നമുക്കറിയാം നല്ല എന്തുണ്ടാവും? ഹവ, കാറ്റ്. അതെന്ത് ചെയ്തു? എൻ്റെ ഇങ്ങനെ മുഖത്തെ ഇങ്ങനെ തഴുകിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഈ തണുത്ത കാറ്റ് ഇങ്ങനെ എന്നെ തഴുകിക്കൊണ്ട് എന്ത് ചെയ്തു? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സബ്സെ പെഹലെ ഹംനെ മൈസൂർ കെ മഹാരാജാ കാ ഷാഹി മഹൽ ഗയേ. സബ്സെ പെഹലെ, ഏറ്റവും ആദ്യം, ഹംനെ, ഞങ്ങൾ എവിടുക്കാ പോയത്? മൈസൂർ കെ മഹാരാജാ കാ ഷാഹി മഹൽ ഗയേ. ഷാഹി മഹൽ, ഞങ്ങൾ എവിടുക്കാ പോയത്? മൈസൂരിലെ മഹാരാജാവിൻ്റെ ഷാഹി മഹൽ ഗയേ, ഷാഹി മഹലിലേക്കാണ് പോയത്. ഷാഹി മഹൽ എന്താ? ഷാഹ് എന്ന് പറഞ്ഞ രാജാവിനെ പറയാം. ഷാഹി മഹൽ, രാജാവിൻ്റെ കൊട്ടാരത്തിനാണ് ഷാഹി മഹൽ എന്ന് പറയാം. നമ്മൾ താജ്മഹൽ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ഷാഹി മഹൽ, രാജകൊട്ടാരത്തിലേക്കാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഞങ്ങൾ മൈസൂരിൽ വെച്ചിട്ട് പോയത്. सबसे पहले हमने മൈസൂർ के महाराजा का ഷാഹി മഹൽ ഗയേ. ഏറ്റവും ആദ്യം ഞങ്ങൾ പോയത് മൈസൂരിലെ മഹാരാജാവിൻ്റെ ഷാഹി മഹലിലേക്കായിരുന്നു. वो शानदार महल देखकर हम तअज्जुब में पड़ गए. അപ്പോൾ പറയാണ്, നമുക്കറിയാം മൈസൂരിലെ ഷാഹി മഹലൊക്കെ എന്താണ്? വളരെ വലുതാണ് അല്ലേ? അപ്പം वो शानदार महल देखकर, ആ ശാന്താർ ആയിട്ടുള്ള മഹൽ കണ്ടിട്ട് ശാന്താർ മഹൽ ദേക്കർ, വളരെ വലിയ, വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മഹൽ കണ്ടിട്ട്, കൊട്ടാരം കണ്ടിട്ട്,
തഅജ്ജുബുമേ പടുകയെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? തഅജ്ജുബ് പറഞ്ഞാൽ എന്താ? അത്ഭുതം, ആശ്ചര്യം. അപ്പോൾ വളരെ അത്ഭുതം ഉണ്ടായി. കാരണം അത്രക്കും വലുതാണെന്ത്? മൈസൂരിലെ രാജകൊട്ടാരം. അപ്പോൾ പറയാണ്, മൈസൂരിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് എവിടേക്കാണ്? മഹാരാജാവിൻ്റെ ഷാഹി മഹലിലായിരുന്നു പോയിരുന്നത്. അവിടുത്തെ ശാന്താറായിട്ടുള്ള മഹൽ ദേക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തു വന്നു? തഅജ്ജുബുമേ പടുകയെ ഞങ്ങൾക്ക് എന്തു വന്നു? തഅജ്ജുബ് വന്നു, അത്ഭുതം വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അനുഭവക്കുറിപ്പിന് എന്താ പറയാ? അനുഭവക്കുറിപ്പിന് പറയാ തജ്രുബ നോട്ട്. തജ്രുബ നോട്ട് എന്നാണ് അനുഭവക്കുറിപ്പിന് പറയാം. തജ്രുബ നോട്ട് എന്ന് പറഞ്ഞാൽ അനുഭവക്കുറിപ്പ്. ആ ടേം പഠിച്ചു വെക്കുക. അങ്ങനെയായിരിക്കും ചോദിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു തജ്രുബ വിവരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനോഹരമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. മാത്രമല്ല എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്? നമുക്കറിയാം ഉറുദു എന്ന് പറഞ്ഞാൽ സാഹിത്യ ശാഖകളെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു, അല്ലേ? നമുക്കറിയാം ഗസലുകളുണ്ട്, റുബായികളുണ്ട്, ഖസീദ, മസ്നവി, ഇങ്ങനെ കുറേ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ ഇനിയും പഠിക്കും. അതുപോലെ ഗദ്യരൂപം നോക്കുകയാണെങ്കിൽ നോവലുകൾ, അഫ്സാനകൾ, ദാസ്താനുകൾ, ഇങ്ങനെ കുറേ ശാഖകൾ അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഭാഷയാണെന്ത്? ഉറുദു. അപ്പോൾ നമ്മളെ പാഠപുസ്തകത്തിൽ +1 പുസ്തകത്തിൽ റുബായി പഠിക്കുന്നുണ്ട്, നസമ് പഠിക്കുന്നുണ്ട്, ഗസലും പഠിക്കുന്നുണ്ട്. ഈ 3 സാധനം നമ്മൾ പഠിക്കുന്നുണ്ട് പദ്യരൂപത്തിൽ. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് റുബായിയും നസമും തമ്മിൽ ഉള്ള ഡിഫറൻസ്. അത് രണ്ടും എഴുതാൻ വേണ്ടിയിട്ട് പറയലുണ്ട്. എന്താണ് റുബായി, എന്താണ് നസമ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ചിലപ്പോൾ റുബായി മാത്രം ചോദിക്കാറുണ്ട്, റുബായിയെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക എന്ന് വരാറുണ്ട്. ചില സമയത്ത് നസമിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനും വരാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗസലിനെ കുറിച്ച് നമ്മൾ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാഹിത്യ ശാഖയെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. നമ്മൾ റുബായിയും നസമുമാണ് ഈ ഒരു ചെറിയ നോട്ടിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇത്. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് റുബായി, എന്താണ് നസമ്, അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു നോട്ടിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. കറക്റ്റായിട്ട് എഴുതി വെക്കുക. ആദ്യം പറയുന്നത് നസം, റുബായിയെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. शायरी की सिन्फ में नज़म और रुबाई बहुत अहमियत रखती है. ഷായിരി കെ സിനുഫുമേ, ഷായിരി എന്ന് പറഞ്ഞാൽ കവിതക്കാട്ടോ പറയാ, കവിതക്കാണ് ഷായിരി എന്ന് പറയാ. കവിതാ ശാഖയിൽ അല്ലെങ്കിൽ പദ്യശാഖയിൽ നസമും റുബായിയും വളരെ പ്രധാനപ്പെട്ട 2 ശാഖകളാണ്. അപ്പം നമുക്കറിയാം പദ്യരൂപങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. പദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു താളത്തിലും ഈണത്തിലും എഴുതുന്നതിനാണ് പദ്യം എന്ന് പറയാം, അല്ലേ? നമ്മളൊരു താളത്തോട് കൂടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എഴുതുന്നതിനാണ് പൊതുവെ പദ്യരൂപം എന്ന് പറയാം. കവിതകൾ, അങ്ങനെയുള്ള രൂപം. അപ്പം റുബായിയും നസമൊക്കെ എന്തിൽ പെട്ടതാണ്? അങ്ങനെ എഴുതുന്ന കവിതാ രൂപത്തിൽ എഴുതുന്നതാണ്. അതാണ് പറയണത് ഷായിരി കി സിൻഫുമേ, കവിതയുടെ ശാഖകളിൽ വെച്ചിട്ട് നസമും റുബായിയും ബഹുത്ത് അഹ്മിയത്ത് രഖ്തി ഹെ. ബഹുത്ത് അഹ്മിയത്ത്, അഹം എന്നുള്ള വാക്ക് നമ്മൾ കുറേ യൂസ് ചെയ്തതാ. എന്താ അഹം? വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്, 2 ശാഖകളാണ് റുബായിയും നസമും. അപ്പോൾ ഷായിരി ശാഖയിൽ വെച്ചിട്ട് പദ്യശാഖയിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 ശാഖകളാണ് നസമും റുബായിയും. ഇനി പറയാണ് ആദ്യം റുബായിയെ കുറിച്ചിട്ടാണ് പറയണത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് ചോദിക്കും. എന്താണ്? 4 മിസ്രോ ഹോനെ വാലി നസം കോ റുബായി കഹത്തെ ഹെ. 4 മിസ്രോം വാലി ചോട്ടി നസം കോ, 4 മിസ്രോം വാലി ചോട്ടി നസം കോ, 4 വരികളുള്ള, അത് ഓർമ്മയിൽ വെക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. നമ്മൾ അറബിയിൽ എണ്ണുമ്പം വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, അല്ലേ? 4. ഇതിൽ നിന്നാണ് റുബായി വന്നത്. അർബ എന്ന വാക്കിൽ നിന്നാണ് റുബായി എന്നുള്ള വാക്ക് വന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്ത് വെച്ചാൽ മതി. 4 മിസ്രോം വാലി ചോട്ടി നസം കോ, 4 മിസ്രോ എന്ന് പറഞ്ഞാൽ വരി എന്നാണ് അർത്ഥം. 4 മിസ്രോം വാലി ചോട്ടി നസം എന്ന് പറഞ്ഞാൽ 4 വരികളുള്ള ചോട്ടി നസം കോ, ചെറിയ കവിതക്കാണ് എന്ത് പറയാ? റുബായി എന്ന് പറയാം. അപ്പൊ റുബായി എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? 4 വരിയുള്ള
ചെറിയ നസമിനാണ് എന്ത് പറയാ, റുബായി എന്ന് പറയാ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പം ചോദിക്കുക റുബായിയിൽ എത്ര വരികളുണ്ട് എന്നായിരിക്കും. 4 വരി അല്ലേ, നമുക്ക് എഴുതാം. ഇനി ചിലപ്പം ചോദിക്കാറുണ്ട് 4 മിസ്രവും വാലി നസം കോ ക്യാ കഹത്തെ ഹെ, 4 മിസ്രകളുള്ള നസമിന് എന്താണ് പറയാ, എന്താ പറയാ, റുബായി കഹത്തെ ഹെ, റുബായി എന്ന് പറയും അല്ലേ. അപ്പം 4 മിസ്രോം വാലി ചോട്ടി നസം കോ റുബായി കഹത്തെ ഹെ, 4 വരികളുള്ള ചെറിയ നസമിനാണ് എന്ത് പറയാ, റുബായി എന്ന് പറയാ. ഇസ്കാ ദൂസര നാം ദോ ബൈത്തി ഹെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്കാ ദൂസര നാം റുബായിയുടെ മറ്റൊരു പേരാണ് ദോ ബൈത്തി. ഈ ടേം ആണ് ദോ ബൈത്തി എന്നുള്ളതാണ് റുബായിയുടെ മറ്റൊരു പേര്. അത് പഠിച്ചു വെക്കണം. റുബായിയുടെ മറ്റൊരു പേരെന്താണ് എന്നുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ റുബായി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 4 മിസ്രോം വാലി ചോട്ടി നസം കോ റുബായി കഹത്തെ ഹെ, എന്താണ് 4 വരികളുള്ള നസമിനാണ് റുബായി എന്ന് പറയാം. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ പറയാണ് ഇസ്കാ ദൂസര നാം, അതിന്റെ മറ്റൊരു പേരെന്താണ്, ദോ ബൈത്തി ഹെ, ദോ ബൈത്തി എന്നുള്ളതാണ്. അപ്പൊ റുബായിയുടെ വേറൊരു പേര് പഠിച്ചില്ലേ, റുബായിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ദോ ബൈത്തി എന്ന് പറഞ്ഞാലും റുബായി എന്ന് പറഞ്ഞാലും ഒരൊറ്റ സാധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി പറയാണ് റുബായി കാ പെഹല ദൂസര और चौथा मिसरा हम काफिया और हम रदीफ होते हैं. ഇത് ഒരു റുബായിയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് റുബായിക്കുള്ള ഒരു പ്രത്യേകതയാണിത്. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരുന്നത് റുബായിയുടെ പ്രത്യേകതകൾ അടിയിൽ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും റുബായിയുടെ പ്രത്യേകത തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കൊടുത്തിരുന്നത് ഈ ഒരു പോയിന്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ്, റുബായി കാ പെഹല ദൂസര ഓർ ചോത്ത. റുബായി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4 വരിയുള്ള കവി അല്ലേ, കവിത 4 വരി, 1 1 2 3 4, 4 വരിയുള്ള കവിതക്കാണ് എന്ത് പറയാ, റുബായി എന്ന് പറയാ. ഇതിൽ പെഹല ആദ്യത്തേതിനും ഓർ ദൂസര രണ്ടാമത്തേതിനും ഓർ ചൗത്ത നാലാമത്തേതിനും, ചൗത്ത എന്ന് പറഞ്ഞാൽ എന്താ, നാലാമത്തേതിനും, ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെ വരിയിലും എന്തുണ്ടാവും, ഹം റദീഫ് ഹോത്തെ ഹെ, ഹം റദീഫും കാഫിയും റദീഫും ഉണ്ടാവും. അതായത് റൈമിംഗ് വേർഡ്സ് ഉണ്ടാകും. ഉറുദു സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ഉറുദു കവിതയുടെ ഒരു മനോഹരമായിട്ടുള്ള മനോഹാരിത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ആലങ്കാരിക പ്രയോഗങ്ങളാണ് റദീഫും കാഫിയയും. അതായത് എൻഡിങ് ഒരേപോലെ ആയിരിക്കുക, അതിൻ്റെ മുമ്പിലുള്ള പദങ്ങൾ ഒരേ ശബ്ദത്തിലുള്ളതായിരിക്കുക എന്നുള്ളത്. അതാണ് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ റുബായിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരിയിൽ എന്തുണ്ടാവും, കാഫിയ ഓർ റദീഫ് ഹോത്തെ ഹെ, റദീഫും കാഫിയയും ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. റുബായിയുടെ പ്രത്യേകത എന്താണ്, റുബായിൽ 4 വരി ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും, മൂന്നാമത്തെ വരിയിൽ ഉണ്ടാകൂല, നാലാമത്തെ വരിയിലും എന്തുണ്ടാകും, റദീഫും കാഫിയയും ഉണ്ടായിരിക്കും. റദീഫ് കാഫിയ ഈ 2 ടേം പഠിച്ചു വെക്കുക. അതെന്താണ്, ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അതായത് കവിതയിൽ ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കൾ, അലങ്കാരത്തിന് വേണ്ടി കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 സാധനങ്ങളാണ് കാഫിയയും റദീഫും. ഇനി പറയാണ് റുബായി കെ മുക്കാബിലെ മേ നസം കെ അഷ്ആർ ജ്യാദാ ഹോത്തെ ഹെ. ഇനി റുബായിയും നസമും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ എന്താ പറയാ, റുബായി കെ മുക്കാബിലെ മേ, റുബായിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ റുബായി വെച്ച് നോക്കുമ്പോൾ നസം എന്താണ്, നസം കെ അഷ്ആർ, നസമിലെ അഷ്ആർ എന്ന് പറഞ്ഞാൽ വരികൾക്കാണ്. ഷിർ എന്ന് പറഞ്ഞാൽ വരി, അഷ്ആർ എന്ന് പറഞ്ഞാൽ വരികൾ. ഷിറിന്റെ ജം ആണെന്ത്, അഷ്ആർ. ഷിർ എന്ന് പറഞ്ഞാൽ വരി, അഷ്ആർ എന്ന് പറഞ്ഞാൽ വരികൾ. അപ്പം നസമിന്റെ വരികൾ എന്തായിരിക്കും, ജ്യാദാ ഹോത്തെ ഹെ, വളരെ വലുതായിരിക്കും. റുബായിൽ നമ്മൾ പറഞ്ഞു എത്ര വരികളെ ഉണ്ടാവുള്ളൂ, 4 വരികളെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ റുബായിയെ വെച്ച് നോക്കുമ്പോൾ റുബായി കെ മുക്കാബിലെ മേ നസം കെ അഷ്ആർ ജ്യാദാ ഹോത്തെ ഹെ, നസമിന്റെ വരികൾ എന്തായിരിക്കും, വളരെ വലുതായിരിക്കും അല്ലേ. അതൊരു പോയിന്റ് ആണ്. അടുത്തത്, ഇപ്പൊ ഇത്രയും കാര്യങ്ങള് ഇവിടെ തൊട്ട് ഇത്ര കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, റുബായിയെ കുറിച്ചിട്ടുള്ളതാണ്. അഥവാ നിങ്ങളോട് ചോദിക്കുകയാണ് റുബായിയെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ നോട്ടായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്.
എങ്ങനെ ചോദിക്കുക? റുബായി पर एक नोट तैयार कीजिए എന്ന് ചോദിക്കും. റുബായിയെ കുറിച്ച് അല്ലെങ്കിൽ റുബായിക്ക് ബാരേമേ, റുബായിയെ കുറിച്ച് ബാരേമേ എന്ന് പറയാ. ബാരേമേ एक नोट तैयार कीजिए, ഒരു നോട്ട് തയ്യാറാക്കൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. 4 വരിയുള്ള കവിതയാണ് റുബായി എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ വേറൊരു പേരാണ് ദോ ബൈത്തി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരിയിൽ റദീഫും കാഫിയയും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. നസമിനെ സംബന്ധിച്ച് റുബായി ചെറുതാണ്, റുബായിയെ വെച്ച് നോക്കുമ്പോൾ നസം വളരെ വലുതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി നസമിനെ കുറിച്ച് നോക്കുക. എന്താ നസം? നസം കാ ലുഗവി മാന ലഡി മേ മോത്തി പരോനാ ഹെ. ഇത് ഓർമ്മ വെക്കുക. നസം കാ ലുഗവി മാന, ലുഗവി മാന എന്ന് പറഞ്ഞ ഭാഷാർത്ഥം. നസം എന്നുള്ള പദത്തിന്റെ ആ ഒരു വേർഡിന്റെ ഭാഷാർത്ഥം എന്താണ്? ലഡി മേ മോത്തി പരോന. ലഡി മേ മോത്തി പരോന എന്ന് പറഞ്ഞാൽ നൂലിൽ എന്ത് കോർക്കുക? മുത്ത് കോർക്കുക. അതിനാ പറയാ. ഒരു നൂലെടുത്ത് ഇങ്ങനെ മുത്ത് കോർക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുക? നസം എഴുതുക. അതുകൊണ്ടാണ് ആ ടേം നസമിൽ യൂസ് ചെയ്യാൻ കാരണം. അതായത് ഒരു നൂലിൽ ഇങ്ങനെ മുത്ത് കോർക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, വളരെ മനോഹരമായിട്ട് ആദ്യം ഒരു മുത്തിടും, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അടുത്ത മുത്തിടും, അങ്ങനെ ഓരോ മുത്തുകൾ നമ്മൾ ഇടും. അതുപോലെ തന്നെയാണ് നസമും. ആദ്യം ഒരു വരി എഴുതും, പിന്നെ അതിനോട് കണക്ട് ചെയ്തിട്ട് അടുത്ത വരി എഴുതും. അങ്ങനെ മനോഹരമായിട്ട് എഴുതുന്ന ഒരു രീതിയാണ് നസം. അതുകൊണ്ടാണ് നസം കാ ലുഗവി മാന, നസമിന്റെ ഭാഷാർത്ഥം എന്താണ്? ലഡീമേ മോത്തി പരോന, എന്താണ്? നൂലിൽ മുത്തു കോർക്കുക എന്നുള്ളതാണ്. നസം കാ ഏക് മർക്കസി ഖയാൽ ഹോത്താ ഹെ. ഇമ്പോർട്ടൻ്റ് ആണ്. നസമിന് എന്തുണ്ടാകും? ഒരു മർക്കസി ഖയാൽ ഉണ്ടാവും, ഒരു കേന്ദ്ര ചിന്തയുണ്ടായിരിക്കും. അതായത് ഒരു കേന്ദ്ര സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റിലാണ് എന്ത് ചെയ്യുക? നസം ചെയ്യുക. ചില നസമുകൾ എന്തായിരിക്കും? ബിഷപ്പിനെ കുറിച്ചിട്ടായിരിക്കും എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്മീനാമ, നസീർ അക്ബറാബാദിന്റെ ആദ്മീനാമ നമ്മൾ ഈ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ റോട്ടി നാമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നസമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നസീർ അക്ബറാബാദിയുടെ. അപ്പൊ അതൊക്കെ എന്താണ്? ആദ്മീനാമ മനുഷ്യത്വത്തിനെ കുറിച്ചിട്ടുള്ള, ഇൻസാനിയത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള നസീർ അക്ബറാബാദി എഴുതിയിട്ടുള്ളൊരു എന്താണ്? നസമാണ്. അപ്പൊ അതിനൊക്കെ ഒരു മർക്കസി ഖയാൽ, ഒരു സബ്ജക്റ്റ്, ഒരു കേന്ദ്ര ചിന്തയുണ്ടായിരിക്കും. അത് ആദ്മീനാമയുടെ കേന്ദ്ര ചിന്ത എന്താണ്? ഇൻസാനിയത്ത് അല്ലെങ്കിൽ മനുഷ്യത്വം. അതൊക്കെയാണ് അതിലെന്ത് ചെയ്യണത്? പറയണത്. അപ്പോൾ എല്ലാവരും എന്താണ്? മനുഷ്യന്മാരാണ്, എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്നുള്ള ചിന്തയാണ് നസീർ അക്ബറാബാദി ആദ്മീനാമയിൽ പറയുന്നത്. അപ്പോൾ പറയാണ് നസമിനൊരു മർക്കസി ഖയാൽ ഉണ്ടായിരിക്കും. ഈ പോയിന്റ് ഓർമ്മ വെക്കുക. നസമിന് ഏക് മർക്കസി ഖയാൽ ഹോത്താ ഹേ, നസം കാ ഏക് മർക്കസി ഖയാൽ ഹോത്താ ഹേ. നസമിന് എന്തുണ്ടായിരിക്കും? ഒരു മർക്കസി ഖയാൽ ഉണ്ടായിരിക്കും. മർക്കസി ഖയാൽ കേന്ദ്ര ചിന്ത, അതായത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അത്ര ഓർമ്മയിൽ വെക്കാം. ഇസ് ഉൻവാൻ കെ മാതഹത്ത് പൂരി നസം മേ ബയാൻ ഹോത്തി ഹെ. ഇസ് ഉൻവാൻ കെ മാതഹത്ത്, ആ ഒരു തലക്കെട്ടിന് കീഴേ ആയിരിക്കും, ആ ഒരു സബ്ജക്റ്റിന് താഴെ ആയിരിക്കും ആ നസം മുഴുവനായിട്ട് ഉണ്ടാവുക. അതായത് ഒരു നസമിൽ എന്തിനെ കുറിച്ച്, ഇപ്പൊ ബിഷപ്പിനെ കുറിച്ച് പറയുന്ന ഒരു നസമിൽ തുടക്കം മുതൽ അവസാനം വരെ എന്തിനെ കുറിച്ചായിരിക്കും പറയാ? എന്തിനെ കുറിച്ചായിരിക്കും പറയാ? ബിഷപ്പിനെ കുറിച്ചായിരിക്കും പറയാ. ചിലപ്പോൾ മനുഷ്യത്വത്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് ലാസ്റ്റ് വരെ എന്തിലായിരിക്കും ഉണ്ടാവുക? മനുഷ്യത്വത്തിനെ കുറിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് പറഞ്ഞത് ഇസ് ഉൻവാൻ കെ മാതഹത്ത് പൂരി നസം മേ ബയാൻ ഹോത്തി ഹേ. ആ തലക്കെട്ടിന് കീഴേ ആയിരിക്കും എല്ലാ നസമും നസമു മുഴുവൻ ഉണ്ടാകുക. ഇത്രയും കാര്യങ്ങൾ നസമിനെ കുറിച്ചിട്ടും പഠിച്ചു വെക്കണം. എന്താണ് നസം, എന്താണ് റുബായി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ വരാറുള്ള വേറൊരു ചോദ്യമാണ് ദോ റുബായി ഗോ ഷായിർ കാ നാം ലിഖിയേ. 2 റുബായി എഴുതുന്ന ഷായിറുകളുടെ പേര് എഴുതൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ആരാണ് റുബായി എഴുതുന്ന ഷായിറുകൾ പ്രധാനപ്പെട്ടത് അല്ലേ? ഫിറാഖ് ഗോരഖ്പൂരി. നമുക്ക് എഴുതാം ഫിറാഖ് ഗോരഖ്പൂരി. ഫിറാഖ് ഗോരഖ്പൂരി, ഗോരഖ് പൂരി, ഇങ്ങനെയാണ് എഴുതുക. ഫിറാഖ് ഗോരഖ്പൂരി. ഫിറാഖ് ഗോരഖ്പൂരി എന്നുള്ള കവി എന്താണ്? ഈ റുബായി എഴുതുന്നതിൽ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. പിന്നെ ആരാണ് എഴുതാറുള്ളത്? റുബായി എഴുതുന്നതിൽ പ്രശസ്തനായിട്ടുള്ള ആള് മീർ അനീസ്. മീർ അനീസും എന്താണ്? റുബായി എഴുതുന്നതിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. ഈ 2 ആളുകളുടെ പേരെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അംജദ് ഹൈദരാബാദിയുടെ
റുബായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ രണ്ട് ആളുകളെ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. റുബായി എഴുതുന്ന രണ്ട് കവികളാണ് ഫിറാഖ് ഗോരഖ്പൂരിയും മീർ അനീസും. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഫിറാഖിൻ്റെ റുബായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇപ്രാവശ്യം. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? അടുത്ത ആള് നസം എഴുതുന്ന കവികളെ ചോദിച്ചാലോ? നസം എഴുതുന്ന കവികളെ ഞാൻ എഴുതുന്നില്ല, നമുക്ക് പറയാം. നസം എഴുതുന്ന കവികൾ ആരാണ്? നസീർ അക്ബറാബാദി. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, +1 നസീർ അക്ബറാബാദിയുടെ നസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നസീർ അക്ബറാബാദി എന്താണ്? അറിയപ്പെട്ടിട്ടുള്ള ഒരു നസം നിഗാറാണ്. അതുപോലെ കുറേ ആളുകളുണ്ട്, മുഹമ്മദ് ഹുസൈൻ ആസാദ്, അതൊക്കെ ജസ്റ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി. മുഹമ്മദ് ഹുസൈൻ ആസാദിനെ പറയാം. അതുപോലെ അക്ബർ അലഹാബാദി, ഇങ്ങനെ കുറേ എഴുത്തുകാർ നസം എഴുതുന്ന ആളുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഓർമ്മയിൽ വെക്കുക. നസീർ അക്ബറാബാദിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഇത്ര കാര്യങ്ങൾ റുബായിയെ കുറിച്ചും നസമിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മയിൽ വെക്കണം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത പോയിന്റ് നമുക്കറിയാം, നമ്മളെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗാന്ധിജി സുഹ്റയ്ക്ക് എഴുതുന്ന കത്ത് ആയിരുന്നു നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത്. ആപ് കാ പ്യാരാ ഗാന്ധി അല്ലേ? അതായിരുന്നു നമ്മളെ ഫസ്റ്റ് പാഠം. ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഇതാണ് ചോദ്യം. ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ചോദ്യമാണിത്. ഗാന്ധി ജയന്തി കെ മൗका पर आपके स्कूल में मुख्तलिफ प्रोग्राम मुनअकिद किए जाते हैं. ഗാന്ധി ജയന്തിക്ക് മൗക്കാപ്പർ, മൗക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധി ജയന്തിയുടെ അവസരത്തിൽ, അതായത് ഗാന്ധി ജയന്തി നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്തു? വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ടു. മുൻഅക്കത് കർണ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക എന്നായിട്ടാണ്. സംഘടിപ്പിക്കുക, ഈ ടേം ഒക്കെ പഠിച്ചു വെക്കണം, കാരണം ഇത് എഴുതുമ്പം ആവശ്യം വരും. സംഘടിപ്പിക്കുക, അതിനാണ് എന്ത് പറയാ? മുൻഅക്കിദ് കർണ, മുനാക്കിദ് കിയെ ജാത്തെ ഹെ. അപ്പോൾ എന്ത് ചെയ്തു? ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്തു? സംഘടിപ്പിക്കപ്പെട്ടു. അഖ്ബാർ മേ ഷായി കർനെ കെ ലിയെ ഉസ്കി ഏക് റിപ്പോർട്ട് തയ്യാർ കീജിയെ. അഖ്ബാർ ക്യാ ഹെ? അഖ്ബാർ, ഖബർ, അഖ്ബാർ. ഖബർ എന്ന് പറഞ്ഞാൽ വിവരം, അഖ്ബാർ എന്ന് പറഞ്ഞ വിവരങ്ങൾ, അതായത് പത്രത്തിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അഖ്ബാർ. ഓർമ്മയിൽ വെക്കണം. അഖ്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രം. അപ്പോൾ പത്രത്തിൽ എന്ത് ചെയ്യണം? ഈ ഗാന്ധി ജയന്തി സ്കൂളിൽ ആഘോഷിച്ചതിനെ കുറിച്ച് ഏക്ക് റിപ്പോർട്ട് തയ്യാർ കീജിയേ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഇങ്ങനെ റിപ്പോർട്ട് തയ്യാർ കീജിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്താണ് അഖ്ബാരി റിപ്പോർട്ട്. അഖ്ബാരി റിപ്പോർട്ട് കാ മാന ക്യാ ഹെ? പത്രക്കുറിപ്പ്, പത്ര റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ തയ്യാറാക്കുക? ഒരു പത്ര റിപ്പോർട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വരാറുള്ളത് ഗാന്ധി ജയന്തിയെ കുറിച്ച് തന്നെയാണ് ചോദിക്കാറുള്ളത്. ഗാന്ധി ജയന്തിയുടെ പത്ര റിപ്പോർട്ട് തന്നെയാണ് ആവർത്തിച്ച് വരാറുള്ളത്. അപ്പോൾ എല്ലാവരും അതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഗാന്ധി ജയന്തിയുടെ അവസരത്തിൽ നമ്മളെ സ്കൂളിൽ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യമായിട്ട് പത്ര റിപ്പോർട്ടിന് എന്ത് വേണം? തലക്കെട്ട് വേണം അല്ലേ? ഒരു ഹെഡിങ് വേണം. ഹെഡിങ് ഇല്ലാതെ എന്തെങ്കിലും വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹെഡിങ് ഉണ്ടാവും. ഒരു സംഭവം നടന്നതായിട്ട് അറിയിക്കുമ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹെഡിങ് കൊടുക്കും. അതായത് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ ഇതിനനുസരിച്ച് മാറ്റാട്ടോ. GHSS ഹൈദരാബാദ് മേ ഗാന്ധി ജയന്തി കാ ജഷൻ. ജഷൻ എന്ന് പറഞ്ഞ ആഘോഷം. GHSS ഹൈദരാബാദ്, ഹൈദരാബാദ് എന്നുള്ളത് സ്ഥലം മാറ്റിയാൽ മതി. അപ്പോൾ GHSS ഹൈദരാബാദിൽ ഗാന്ധി ജയന്തിയുടെ ആഘോഷം, അതാണ് എന്ത് ഹെഡിങ് ആയിട്ട് കൊടുത്തത്. GHSS ഹൈദരാബാദ് മേ ഗാന്ധി ജയന്തി കാ ജഷൻ. ജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജഷ്നെ മീലാദ് എന്നൊക്കെ പറയാറില്ലേ? ജഷ്നെ ഈദ്, ഈദ് ആഘോഷം. ജഷ്നെ ഓണം, ഓണാഘോഷം. അപ്പം GHSS ഹൈദരാബാദിൽ ഗാന്ധി ജയന്തി ആഘോഷം, അതാണ് ഹെഡിങ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് സ്ഥലം എഴുതും അല്ലേ? ഹൈദരാബാദ് സ്ഥലം എഴുതും. ഇവിടെ ഹൈദരാബാദ് ആയതുകൊണ്ട് ഹൈദരാബാദ് എന്ന് എഴുതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? സ്ഥലം കൊടുക്കാം. അപ്പോൾ സ്ഥലം എഴുതി. പിന്നെ മനസ്സിലാക്കുക, ഇവിടെ എന്ത് ചെയ്യണം? ഡേറ്റും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ആഡ് ചെയ്യണം. അതും കൂടെ ചെയ്തിട്ടായിരിക്കണം വിവരണം എഴുതേണ്ടത്. GHSS ഹൈദരാബാദ് മേ इस साल 2 अक्टूबर को गांधी जयंती का जश्न वसी तौर पर मनाया गया എന്ന് പറയാണ്. GHSS ഹൈദരാബാദ് മേ, GHSS ഹൈദരാബാദിൽ, ഇതെന്താണ്? സ്കൂളിന്റെ പേരാണ്. ഇത് മാറ്റി കൊടുക്കുക. GHSS ഹൈദരാബാദിൽ ഈ വർഷം
2 ഒക്ടോബർ 2 ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2-ാം തീയതി എന്ത് ചെയ്തു? ഗാന്ധി ജയന്തി കാ ജഷൻ, ഗാന്ധി ജയന്തിയുടെ ആഘോഷം വസീ തൗർ पर മനായ ഗയാ. വസീ തൗർ पर വളരെ വിശാലമായിട്ട് വളരെ നല്ല രീതിയിൽ ആർഭാടപൂർവ്വം എന്ത് ചെയ്തു? മനായ ഗയ, ആഘോഷിച്ചു. വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്നതിന് ഉപയോഗിക്കുന്ന ടേമാണ് വസീ തൗർ पर മനായ ഗയ, വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ GHSS ഹൈദരാബാദിൽ ഈ വർഷം ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ആഘോഷം വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു? മനായ ഗയ, നടന്നു, ആഘോഷിച്ചു. स्कूल के बच्चों ने तरह तरह की प्रोग्रामें മുൻഅക്കിദ് किए हैं. ഇനി നമുക്കറിയാം ഒരു സ്കൂളിൽ ഗാന്ധി ജയന്തി പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ കുട്ടികൾ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കും അല്ലേ? എന്തൊക്കെ അവതരിപ്പിക്കും? ഗാന്ധിജിയെ കുറിച്ചുള്ള ഗാനങ്ങൾ, രാഷ്ട്ര സ്നേഹം തുളുമ്പുന്ന ഗാനങ്ങൾ നമ്മൾ അവതരിപ്പിക്കും. അതുപോലെ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തും. ഇതൊക്കെ നടത്തും. അപ്പോൾ അതാണ് പറയുന്നത് സ്കൂൾ കെ ബച്ചോംനെ, സ്കൂളിലെ കുട്ടികൾ ബച്ചോംനെ तरह तरह के प्रोग्रामें എന്ന് പറഞ്ഞാൽ വിവിധ ഇനം പ്രോഗ്രാമുകൾ, വിവിധ ഇനം പ്രോഗ്രാമുകൾ മുൻഅക്കിദ് കിയേ ഹേ. മുൻഅക്കിദ് കർണ നമ്മൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞു സംഘടിപ്പിക്കുക. അപ്പം तरह के प्रोग्रामें മുൻഅക്കിദ് കിയേ ഹേ, വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. इस साल के प्रोग्रामों के इफ्तिताह सुबह 7 बजे स्कूल के प्रिंसिपल जनाब सैयद सलमान साहिब ने किया. അപ്പോൾ എന്താണ്? ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം രാവിലെ തന്നെ എന്ത് ചെയ്തു? സ്കൂളിലെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള സയ്യിദ് സൽമാൻ സാഹിബ് എന്ത് ചെയ്തു? നിർവഹിച്ചു. അപ്പം അത് നമുക്ക് കൊടുക്കാം. എന്താ ഇഫ്തിതാഹ്? ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ഘാടനം. ഉദ്ഘാടനത്തിനാണെന്ന് പറയാം ഇഫ്തിതാഹ്. അപ്പോൾ പറയാ ഇസ് സാൽ കെ പ്രോഗ്രാമോ കെ ഇഫ്തിതാഹ്. ഇനി ഈ സാൽ കെ എന്ന് മാറ്റിയാലും കുഴപ്പമില്ല, ഇസ് പ്രോഗ്രാമോ കെ ഇഫ്തിതാഹ് എന്നാക്കിയാലും കുഴപ്പമില്ല. അതായത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത്? പ്രിൻസിപ്പാൾ ജനാബ് സയ്യിദ് സൽമാൻ സാഹിബ്. എന്ത് ചെയ്തു? കിയ, നിർവഹിച്ചു. അതെങ്ങനെ പറഞ്ഞത്? ഈ സാൽ കെ പ്രോഗ്രാം കെ ഇഫ്തിതാഹ് പ്രിൻസിപ്പൽ ജനാബ് സയ്യിദ് സൽമാൻ സാഹിബിനെ കിയ. ഇനി പറയാണ് ബാദുമേ ഷാം തക് തൊലബാനെ അലഗ് അലഗ് പ്രോഗ്രാമേ പേഷ് കിയെ. ബാദുമേ അതിന് ശേഷം എന്ത് ചെയ്തു? ഷാം തക് വൈകുന്നേരം വരെ എന്ത് ചെയ്തു? അലഗ് തൊലബാനെ വിദ്യാർത്ഥികൾ അലഗ് അലഗ് പ്രോഗ്രാമേ പേഷ് കിയെ. വ്യത്യസ്ത രീതിയിലുള്ള നമ്മൾ പറഞ്ഞു അലഗ് അലഗ് എന്ന് പറഞ്ഞാലും ത്വരഹ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ്ങാണ്. ഇവിടെ ഇനി ത്വരഹ് എന്നാക്കി കൊടുത്താൽ കുഴപ്പമില്ല. ത്വരഹ് പ്രോഗ്രാമേ പേഷ് കിയേ അല്ലെങ്കിൽ അലഗ് പ്രോഗ്രാമേ, രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള അനേകം പ്രോഗ്രാമുകൾ. അപ്പോൾ അലഗ് പ്രോഗ്രാമേ പേഷ് കിയേ, വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ വൈകുന്നേരം വരെ എന്ത് ചെയ്തു? നടത്തപ്പെട്ടു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക. പത്ര റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ഹെഡിങ് കൊടുക്കണം, പിന്നെ സ്ഥലം കൊടുക്കണം, ശേഷം നമ്മൾ എഴുതണം. എഴുതുമ്പം ഇഫ്തിതാഹ് ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് എന്നുള്ളത് എഴുതണം. ചിലപ്പം എന്ത് ചെയ്യും? പ്രോഗ്രാമിന്റെ നോട്ടീസ് തരും, പിന്നെയാണ് എന്ത് ചെയ്യാൻ പറയാ? അതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും ഉദ്ഘാടനം ചെയ്തത് ആരാണ്, ആരൊക്കെ അതിൽ പങ്കെടുത്തു എന്നുള്ളത് ഉണ്ടാകും. അപ്പോൾ ആ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇഫ്തിതാഹ് എന്ന് കഴിഞ്ഞതിന് ശേഷം സയ്യിദ് സൽമാൻ സാഹിബ് എന്നുള്ളടത്ത് എന്ത് ചെയ്താൽ മതി? ആ ആളെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എന്ത് ചെയ്യുക? വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു അഖ്ബാരി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സാധിക്കും. ഈ മാർക്കും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ഇത്ര കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് പഠിച്ചാൽ മാത്രം മതി. കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഒരു രൂപം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഫുൾ മാർക്ക് ഉറുദുവിൽ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങുക, പഠിക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. PDF നിങ്ങൾക്ക് എന്ത് ചെയ്യും? അയച്ചു തരും. അത് നോക്കിയിട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഖുദാ ഹാഫിസ്.